നമുക്ക് ഉച്ചയൂണിനെ പറ്റി പറയാം. അതായത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ MC റോഡിൽ വീഗാലാൻഡിൻ്റെ ആ ജംഗ്ഷൻ, അതായത് പിരപ്പങ്കോട് ജംഗ്ഷൻ അല്ല, ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് ബാക്കിലായിട്ട് നമുക്ക് ഇങ്ങനൊരു ഹോട്ടൽ വഴിയരികിൽ കണ്ടു. വീട്ടിലെ ഊണ് എന്ന് കണ്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി നിർത്തിയത്. കാരണം ഒരു 3 മണിയായി, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. 3 മണിയായപ്പോൾ ഏകദേശം ഊണെല്ലാം കഴിഞ്ഞു. ഒരു കുഞ്ഞു കടയാണ്, പക്ഷേ വൃത്തിയുണ്ട്. അവിടെ ഒരു 15 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റി. ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ചൂടൊക്കെ ഉണ്ടാകും അതിനകത്ത്. പക്ഷേ നോക്കിയപ്പോൾ അവിടെ നല്ല റഷുണ്ട്. ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ് ഫുഡ് കഴിക്കാൻ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാടൻ ഊണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഒരുപാട് കറികളൊന്നുമില്ല, പക്ഷേ ഉള്ളത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഞാൻ അവരുടെ കിച്ചണിൽ കയറി നോക്കി. ഇപ്പോൾ തൊട്ട് പുറകിലോ ജസ്റ്റ് ഒരു ഷെഡ് പോലാണ് ഇതിനോട് ചേർന്നിട്ട് തന്നെ. അപ്പോൾ അവർ ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അവിടെ നല്ല വൃത്തിയുണ്ട്. ഹൈഫൈ ഒന്നുമല്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ അങ്ങോട്ട് പോകണ്ട. ഒരു മീൻ കറി കിട്ടി, പക്ഷെ മീനെല്ലാം കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഗ്രേവി കിട്ടി. പിന്നെ ഫ്രൈയും, ഒരു അയല ഫ്രൈ ഉണ്ടായിരുന്നു. എല്ലാവരും കളിയാക്കും ട്രിവാൻഡ്രത്ത് മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ അയല ഫ്രൈ ആണ് മോസ്റ്റ്ലി കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണ്. വേറെ എന്തെങ്കിലും ഒത്തിരിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, കൊഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞു. ഇത്രയും ഊണ് കിട്ടിയത് തന്നെ ഞങ്ങൾ വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാൻ തുടങ്ങിയത്. എന്തായാലും അപാര ടേസ്റ്റായിരുന്നു. കാരണം വിശന്നിരുന്നത് കൊണ്ടും കൂടി ഒരു റീസണാണ്. നമുക്ക് വിശക്കുമ്പോഴാണല്ലോ ഫുഡിനെല്ലാം ടേസ്റ്റ് വരുന്നത്. കുറേയേറെ ചോറ് കഴിച്ചു. അങ്ങനെ ഞാൻ ആ ഊണ് അല്ലെങ്കിൽ ആ ഹോട്ടൽ, ഒരു ചിന്ന ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.